നമസ്കാരം, അൻസാദാണ്. മിറാക്കിൾ അക്യുപഞ്ചറിന്റെ അനുഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെരിക്കോസ് വെയിനെ പറ്റിയാണ്. ഒരുപാട് ആൾക്കാർക്ക് കാലിൽ വന്ന് ബ്ലഡിന്റെ സർക്കുലേഷൻ കുറഞ്ഞിട്ട് ആ ഭാഗത്ത് രക്തം കട്ടപിടിച്ച് കിടന്ന ശേഷം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെരിക്കോസ് വെയിൻ. അത് തന്നെ രണ്ട് രീതിയിലുണ്ട്. സ്പൈഡർ വെരിക്കോസ് എന്നും അതേപോലെ കട്ടിയായിട്ട് ബ്ലഡ് സർക്കുലേഷൻ തീരെ ഇല്ലാത്ത രീതിയിൽ കണ്ടുവരുന്നുണ്ട്. അതിൽ സാധാ വെരിക്കോസിന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തടിപ്പാട്ടി കിടക്കുകയും ചെയ്യും, എന്നാൽ വേദന വലിയ കുറവായിരിക്കും, ശക്തമായ വേദന ഉണ്ടാകത്തില്ല. എന്നാൽ സ്പൈഡർ വെരിക്കോസ് പോലുള്ള വെരിക്കോസ് വെയിനകത്ത് തടിച്ച പാടുകളോ കട്ട പോലെ കാണപ്പെടില്ല. പകരം ചിലന്തി വല എങ്ങനെയാണോ അതുപോലെ പച്ച ഞരമ്പുകൾ കാലിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വരികയും ശക്തമായ വേദന വരികയും ചെയ്യും. ഇതിനെങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക? അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിനകത്ത് വെരിക്കോസ് വെയിൻ പൂർണ്ണമായി മാറുമോ? നമുക്കറിയാം, വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് സർക്കുലേഷൻ കുറയുകയും ആ ഭാഗത്ത് രക്തം കട്ടപിടിച്ച് കിടക്കുകയും ശക്തമായ കാല് കഴക്കല്, കാല് വേദന, കാല് തരിപ്പ് എന്നിവ ഉണ്ടാകാറുണ്ട്. അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുക അവിടെ സർക്കുലേഷൻ കൊണ്ടുവരികയാണ്. അക്യുപഞ്ചറിൽ തന്നെ മറ്റൊരു ചികിത്സയായ മറ്റൊരു ബ്രാഞ്ചായ കപ്പിംഗ് തെറാപ്പി ഈ ഒരു രോഗത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന അഴുക്ക് രക്തം അഥവാ ദുഷിച്ച ബ്ലഡ് കപ്പിംഗ് തെറാപ്പിയിലൂടെ പുറത്തേക്ക് കളയുന്ന വഴി ആ ഭാഗത്ത് സർക്കുലേഷൻ കൊണ്ടുവരികയും ആ ഭാഗത്തെ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. എത്ര കാലം വേണം അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിൽ ഒരു വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ട് മാറാൻ? എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. ഒന്ന്, നമുക്കറിയാം അക്യുപഞ്ചർ പോലുള്ള ട്രീറ്റ്മെന്റ് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ തീരെ സിവിയറായ കേസിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് എടുക്കേണ്ടത്. അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിന് ചെയ്യാൻ കഴിയും. ഏറി വന്നാൽ 10-15 മിനിറ്റ് ആണ് ആകെ മാക്സിമം അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ആവശ്യമായ സമയം. ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റ് മതിയാവുന്നതാണ്. ഒരു രോഗിയുടെ അനുഭവിക്കുന്ന എല്ലാവിധ രോഗങ്ങളും അക്യുപഞ്ചർ പോലുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരു പരിധിവരെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ തെളിവാണ് നമ്മൾ ചെയ്യുന്ന ഡോക്യുമെന്റേഷനും കാര്യങ്ങളും. അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിനകത്ത് വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ട് മാറ്റുന്നത് ആ ഭാഗത്ത് സർക്കുലേഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ആ ഭാഗത്ത് അങ്ങനെ സർക്കുലേഷൻ വരുന്ന സമയത്ത് രോഗിക്കുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ആ ട്രീറ്റ്മെന്റ് എളുപ്പത്തിൽ സഹായിക്കുക. എന്ന് വെച്ചാൽ ഓരോ ശരീരവും അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിനകത്ത് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇമ്മ്യൂണൈസേഷൻ അനുസരിച്ചിട്ട് വേഗത്തിൽ രോഗം മാറുന്നതായിട്ട് കാണാം. ചിലരുടെ വളരെ കുറഞ്ഞ ആഴ്ചകൾ കൊണ്ട് തന്നെ രോഗം മാറുമ്പോൾ ചിലരുടെ സിവിയറായ കേസുകൾ കുറച്ച് സമയം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്. അക്യുപിആർ മുഹമ്മദ് അൻസാർ, അക്യുപഞ്ചറിസ്റ്റ്, കൗൺസിലർ, മിറാക്കിൾ അക്യുപഞ്ചർ, ആലപ്പുഴ.